ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു ഓലൻ്റെ റെസിപ്പിയാണ്. ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ഓലൻ്റെ ടേസ്റ്റ് സ്പെഷ്യലാക്കിയെടുക്കാം. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇനി ഇതിലേക്ക് 1/2 കിലോ കുമ്പളങ്ങയും 10 പയർ മുറിച്ചെടുത്തതും 1/2 കപ്പ് ചെറിയ ടൈപ്പിലുള്ള ഉണങ്ങിയ പയറും എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തു വെച്ച ഉണങ്ങിയ പയർ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പയർ കുതിർത്തെടുക്കാതെയാണ് വേവിക്കുന്നത്. നിങ്ങൾ കുതിർത്തെടുത്ത പയർ വേവിച്ചെടുക്കുന്ന ടൈമിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുക്കർ അടച്ചു വെച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നിങ്ങൾ കുതിർത്തെടുത്ത പയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1-2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇനി ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കിലോ കുമ്പളങ്ങ തൊലിയും കുരുവും നീക്കിയതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തു. ഇതിലേക്ക് 8 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന പയർ 4 വിസിൽ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ കുക്കർ തുറന്നു. ഇപ്പോൾ നമ്മുടെ പയർ അധികം വെന്തുടയാത്ത വിധം പാകത്തിന് വെന്തു വന്നു. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത കുമ്പളങ്ങയും പയറും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇനി നമുക്കിത് കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളും ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഞാനിതിലേക്ക് 1 തേങ്ങയാണ് എടുക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വേവിക്കാൻ വെച്ചിരുന്ന കുമ്പളങ്ങയും പയറും ഉടഞ്ഞു പോവാത്ത വിധം പാകത്തിന് വെന്തു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചെടുത്തതും അല്പം കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കണം. ഈ ടൈമിൽ കറിയുടെ ടേസ്റ്റ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കണം. ഇത് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുമ്പോൾ നമ്മളിതിൽ ചേർത്ത പച്ചമുളകിൻ്റെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ ടൈമിൽ കറി ഓഫ് ചെയ്യണം. ഈ കറി തിളപ്പിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് റെഡിയായി, പച്ചമുളകിൻ്റെ നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് താളിച്ചെടുക്കണം. താളിച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഓലൻ്റെ ടേസ്റ്റ് സ്പെഷ്യലാവുന്നത്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് 3 അല്ലി വെള്ളുള്ളിയും 2 ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് ബ്രൗൺ കളറിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയിലേക്ക് 1 ഉണക്കമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് 2 സെക്കൻഡ് വഴറ്റിയെടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ഓലനിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ രീതിയിൽ ഓലന് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളിതിൽ ചേർത്ത പച്ചമുളകിൻ്റെ സ്മെല്ലും വെള്ളുള്ളി വറുത്തെടുത്തതിൻ്റെ സ്മെല്ലും ചേർന്ന് ഈ ഓലൻക്ക് സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണ്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.